കെ.എം. മാണിക്ക് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. അന്തരിച്ച മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ കെ.എം. മാണിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്പസമയത്തിനകം സ്വവസതിയായ കരിങ്ങോഴയ്ക്കലിൽ എത്തും. പതിനായിരങ്ങളാണ് മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനായി പാലായിലും പരിസര പ്രദേശങ്ങളിലും എത്തിച്ചേർന്നത്. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം 3 മണിയോടെ പാലാ കത്തീഡ്രൽ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ക്രിസ്റ്റി എം തോമസ് ചേരുന്നു പാലായിൽ നിന്ന് വിവരങ്ങളുമായി. ക്രിസ്റ്റി, എന്തൊക്കെ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ സ്വവസതിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രവിത 13 മണിക്കൂറിന്റെ ഒരു നീണ്ട ഇടവേള നമുക്ക് കാണാം. അത്രയും നേരം താമസിച്ചതിന് ശേഷമാണ് ഇപ്പോൾ സ്വവസതി പാലയിലെ സ്വവസതിയിലേക്ക് എത്തിക്കുന്നത്. മരിങ്ങാട്ട് പള്ളിയിലെ 5:45 സ്വന്തമായ മരിങ്ങാട്ട് പള്ളിയിൽ എത്തിക്കുകയുണ്ടായി. അതിനുശേഷം മൃതശരീരത്തിൽ ദർശിക്കാൻ നാട്ടുകാരും അതുപോലെ തന്നെ പ്രവർത്തകരും എല്ലാം അണിനിരന്നിരുന്നു. അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ പാലയിലെ സ്വവസതിയിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്. 1 മണിയോടുകൂടെ കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട് അതിനുശേഷം പ്രധാനപ്പെട്ട കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ മണ്ണർകാടും അതുപോലെ തന്നെ അയൽക്കുന്നം, കടപ്ലാമറ്റും എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച പ്രവർത്തകർക്ക് അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷമാണ് ഇപ്പോൾ ഈ ഒരു താമസം ഉണ്ടായത്. ഈ ഒരു താമസത്തിന് ശേഷം പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഒരു പൊതുദർശനം ആദ്യം പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അതിനുശേഷം പിന്നീട് അത് മാറ്റുകയായിരുന്നു. ഇത്രയൊരു കാലതാമസം വന്നത് മൂലം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പോൾ സ്വവസതിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കണമെന്നുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോവുകയായിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ കെ.എം. മാണിയുടെ മൃതശരീരം വീട്ടിലേക്ക് സ്വവസതിയിലേക്ക് എത്തിക്കും. വസതിയിൽ എത്തിച്ചാൽ ഉടൻ തന്നെ കുറച്ചു നേരത്തേക്ക് വീടിനുള്ളിൽ വെള്ളം വീരിച്ചിട്ടിരിക്കും. അതിനകത്തേക്ക് പ്രവേശിച്ച് അവിടെ സന്ദർശകർക്ക് കാണാൻ സാധിക്കുന്നത് പോലെ അല്പസമയത്തേക്ക് വീടിന് അകത്ത് പ്രവേശിച്ചതിനു ശേഷം പുറത്തേക്ക് ഒരു പൊതുദർശനത്തിനായി എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ഒരു പൊതുദർശനത്തിനായി പുറത്തേക്ക് വെക്കുമെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അറിയുന്നത്. അതിനുശേഷം ഒരു 2 മണിയോടെ വീട്ടിലുള്ള ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം 3 മണിയോടുകൂടെ കത്തീഡ്രൽ ദേവാലയത്തിൽ ശവസംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. പക്ഷെ എന്നിരുന്നാലും അതിലൊരു താമസം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്കൊരു ഉറപ്പ് വരുന്നുണ്ട്. കാരണം ഇത്രയും വൈകി ഇവിടെ എത്തുന്നത് മൂലം ഇനിയുള്ള പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും പാലാ നിവാസികളും എല്ലാം നേതാക്കൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റി, ചോദ്യം കേൾക്കാമെങ്കിൽ ഏതൊക്കെ നേതാക്കൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്? പ്രവിത, കോട്ടയത്ത് നിന്ന് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും മുതിർന്ന നേതാക്കളും സംസ്ഥാന ജനറൽ സെക്രട്ടറി പോലുള്ള ഒപ്പമുള്ളവർ ഇപ്പോൾ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവർ ഈ വസതിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യങ്ങളാണ്. വസതിയിലേക്ക് എത്തിയാലുടൻ തന്നെ ഇവിടെ പാലാ നിവാസികളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രാദേശിക നേതാക്കളും കേരള കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ സജ്ജരാണ്. മൃതദേഹത്തെ സ്വീകരിക്കാൻ കെ.എം. മാണിയെ അവസാനമായി ഒന്ന് കാണുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ ഒരു ശക്തി സ്ഥാനാർത്ഥിയായിട്ട് രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശം ചെയ്തതിനു ശേഷം കേരള കോൺഗ്രസിന്റെ പടലപ്പിടക്കങ്ങൾക്കിടയിലും പിളർപ്പുകൾക്കിടയിലും ഒറ്റയ്ക്ക് രാഷ്ട്രീയ നേതൃത്വം നയിച്ച് ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ ഒരു അതുല്യ രാഷ്ട്രീയ നിരീക്ഷകനായി ഇപ്പോൾ കേരള പാലയോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു നേതാവിനെ ഒരു നോക്ക് കാണാനായിട്ടുള്ള പ്രവർത്തകരുടെ ഒരു അടിയൊഴുക്കാണ് നമ്മൾ ഈ പാലയിൽ ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനുള്ള ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ മൃതശരീരം ഇപ്പോൾ ഇവിടെ എത്തിക്കുമെന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. 3 മണിയോടെയുള്ള ശവസംസ്കാര ചടങ്ങുകളെ പറ്റിയുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്കിപ്പോൾ ലഭിക്കുന്നില്ല. കാരണം എത്രമാത്രം വൈകുമെന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ നമുക്കൊരു സംശയമുള്ളൂ. എന്നിരുന്നാലും 13 മണിക്കൂർ വൈകിയിരിക്കുന്നു പറഞ്ഞ് നിശ്ചയിച്ചതിൽ നിന്നും 13 മണിക്കൂർ വൈകിയിരിക്കുന്നു ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ചടങ്ങുകൾ എത്രത്തോളം വൈകാനാണ് സാധ്യത? പ്രവിത, 13 മണിക്കൂർ നേരത്തെ നിശ്ചയിച്ച പ്രകാരം പല സ്വീകരണങ്ങൾക്കും എല്ലാ സ്വീകരണങ്ങളും അതുപോലെ സാറിനുള്ള അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള ചടങ്ങുകളെല്ലാം എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ നടക്കുകയുണ്ട്. എന്നാൽ പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിലുള്ള ഇത് മാത്രമാണ് ഇപ്പോൾ വൈകിപ്പിച്ചായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തുമെങ്കിൽ കൂടി ഈ ഒരു ശവസംസ്കാര ചടങ്ങുകൾ എത്രമാത്രം വൈകുമെന്ന കാര്യത്തിൽ മാത്രം നമുക്കിപ്പോൾ ഒരു സംശയമുള്ളൂ. എന്നിരുന്നാലും ഇപ്പോൾ മരങ്ങാട്
മരങ്ങാട്ട് പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ കെ മാണി സാറിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര പാലായിലെ സ്വവസതിയിൽ എത്തിച്ചേരും. പ്രവിധ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ ക്രിസ്റ്റി എത്രത്തോളം പ്രിയപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം എന്നുള്ളത്. ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരും ഒപ്പം തന്നെ നാട്ടുകാരും എങ്ങനെയാണ് ഈ ദുഃഖം പങ്കുവയ്ക്കുന്നത്? ഇന്ന് ഈ ഒരു വാർത്ത അറിഞ്ഞത് മുതൽ തന്നെ പ്രവർത്തകരെല്ലാം തന്നെ നിരാശയിൽ തന്നെയായിരുന്നു. കാരണം പാലയെ സംബന്ധിച്ച് ഇതൊരു വലിയ നഷ്ടം തന്നെയാണ്. അവർക്ക് ഈ ഒരു വാർത്ത തന്നെ ഉൾക്കൊള്ളാനൊരു ബുദ്ധിമുട്ട് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അന്ന് വൈകിട്ട് തന്നെ ഇങ്ങോട്ട് പ്രവർത്തകരുടെ ഒരു അടിയൊഴുക്ക് നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷം പിറ്റേന്നുണ്ടായ ഹോസ്പിറ്റലിൽ നിന്നുള്ള യാത്രയിലാണെങ്കിലും ഇങ്ങോട്ട് പ്രവർത്തകർ അന്ന് തന്നെ എത്തിച്ചേരുന്ന സ്ഥിതിവിശേഷമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രവർത്തകരെ കൊണ്ട് തന്നെ പാലാ വസതി നിറഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകരും നാട്ടുകാരും തന്നെ സ്വന്തം നേതാവിനെ ഒരു നോക്ക് കാണുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ സജ്ജമായി കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ കെ മാണിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര ഈ പാലയിലെ സ്വവസതിയിൽ എത്തിച്ചേരും. പ്രവിധ, ക്രിസ്റ്റി, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഈ വീട്ടിൽ ഉണ്ട് എന്നല്ലേ മനസ്സിലാക്കുന്നത്? പ്രവിധ, കുട്ടിയമ്മയും മക്കളും ഇന്നലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വൈകിട്ട് തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം അവരെ ആശ്വസിപ്പിക്കുകയും തുടർന്നുണ്ടായ നമ്മളോട് സംസാരിച്ച പ്രകാരം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ മാത്യുവിന്റെ വാഹനം ഗതാഗത തടസ്സമുണ്ടാക്കി കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ക്രിസ്റ്റി, തുടർന്നോളൂ. അല്പസമയത്തിനുള്ളിൽ ഇവിടെ മക്കളെല്ലാവരും തന്നെ അവരെല്ലാവരും കെ എം മാണിയെ സ്വീകരിക്കാനുള്ള അവരുടെ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടുള്ള സ്വീകരിക്കാൻ അകത്ത് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ കെ എം മാണിയുടെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യങ്ങളാണ് പ്രവിധ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മരങ്ങാട്ട് പള്ളിയിൽ നിന്ന് അവിടുന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അവിടുന്ന് ഇങ്ങോട്ട് ഒരു 10 മിനിറ്റ് യാത്ര കൂടി കണക്കൂട്ടാൻ സാധിക്കും. അല്പസമയത്തിൽ 10 മിനിറ്റുകളിൽ തന്നെ കെ എം മാണിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അറിയുന്നത്. പ്രവിധ, ക്രിസ്റ്റി, അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം ഇവിടെ എത്തിക്കുമെന്നാണല്ലോ ക്രിസ്റ്റി ഇപ്പോൾ നൽകുന്ന വിവരം. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്? ഇപ്പോൾ പ്രാർത്ഥനയും മറ്റു ചടങ്ങുകളും ഇന്നലെ വൈകിട്ടോടുകൂടെ തന്നെ ആരംഭിച്ചിരുന്നു. ഇനിയുള്ളത് ചടങ്ങുകൾ പ്രകാരം ശവസംസ്കാരത്തിന്റെ വീട്ടിലെത്തിയതിനു ശേഷം ഇവിടെ ആദ്യം മുറിക്കകത്ത് വെച്ചതിന് ശേഷം പൊതുദർശനായി പുറത്തുവെക്കും. പൊതുദർശനായി പുറത്തുവെക്കുമ്പോൾ ഉള്ള ശവസംസ്കാര ശുശ്രൂഷയുടെ 2 ഘട്ടങ്ങളിലേക്കുള്ള ചടങ്ങുകൾ നടക്കേണ്ടതായിട്ടുണ്ട്. ആ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും 2 മണിക്കുള്ള ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു യാത്ര തുടങ്ങുക. ശവസംസ്കാരം വഹിച്ചുകൊണ്ടുള്ള യാത്ര നടക്കുക. ഈ യാത്രയ്ക്ക് എത്ര മണിക്ക് ഈ വീട്ടിൽ നിന്ന് എടുക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. കാരണം ഇന്ന് വൈകിയോടെ ഇവിടെ എത്തുമ്പോൾ എത്രമാത്രം പ്രവർത്തകർക്ക് ഇനി കാണാൻ സജ്ജമാണ്, ഇവിടെ എത്രമാത്രം പ്രവർത്തകർ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തകർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും കാണാൻ അവസരം ഒരുക്കിയതിനു ശേഷമായിരിക്കും ഇവിടെ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോവുക. എന്നിരുന്നാലും ഒരു 4 മണിയോടുകൂടി ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക പള്ളിയിൽ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അന്തരിച്ച പാലാ കെ എം മാണിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ സ്വവസതിയിൽ എത്തിച്ചേരുമെന്നാണ് ക്രിസ്റ്റി തോമസ് നൽകുന്ന വിവരം. പാലാക്കാരുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്കു കാണാനായി ആയിരങ്ങളാണ് ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മരങ്ങാട്ടുപള്ളിയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ കെ മാണിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്പസമയത്തിനകം സ്വവസതിയായ കരിങ്ങോഴിക്കലിൽ എത്തും. 10,000 മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനായി പാലായിലും പരിസര പ്രദേശങ്ങളിലും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം 3 മണിയോടെ പാലാ കത്തീഡ്രൽ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് ക്രിസ്റ്റി തോമസ് നൽകുന്ന വിവരം.